Hi all, welcome back to Learnino. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോപ്ലേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗിൽ നമ്മൾ ബാറ്ററീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് പഠിച്ചിട്ടുണ്ട്. സെൽസിലെ ഒക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. അത് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഔട്ട്കം ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ വരുന്ന MCQs ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. Question number 1. Complete the overall cell reaction for a lead acid battery. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ലെഡ് ആസിഡ് ബാറ്ററി പഠിച്ചിട്ടില്ലേ? ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലെഡ് ആസിഡ് ബാറ്ററിയുടെ എന്താണ് ഒരു ഓവറോൾ സെൽ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പകുതി ഇല്ലേ, ഹാഫ് നമുക്കുണ്ട് ക്വസ്റ്റ്യനിൽ, ഹാഫ് നമുക്കില്ല. അപ്പോൾ എന്താണ് ആ റിയാക്ഷൻ എന്ന് നോക്കാം. അപ്പോൾ PbO2 + Pb + H2SO4 സൾഫ്യൂരിക് ആസിഡ് അല്ലേ, അത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമുക്ക് ഔട്ട്കം എന്താ കിട്ടുന്നത്? PbSO4 + 2H2O ആണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. ഏതാണ് വരുന്നത്? PbSO4 + 2H2O ആണ് വാട്ടർ അല്ലേ. രണ്ട് H2O വാട്ടറും അതുപോലെ തന്നെ എന്താണ് PbSO4 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷൻസുകളൊക്കെ ഒന്ന് പഠിച്ചു പോവാം കേട്ടോ. ചാർജ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്. സൊല്യൂഷൻ നമുക്കറിയാലോ, സൾഫ്യൂരിക് ആസിഡ് ആണ്, ലെഡ് പെറോക്സൈഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2PbSO4 + 2H2O ആണ്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next, question number 2. Batteries operated by converting chemical energy into electrical energy through dash reaction. അപ്പോൾ നമുക്കറിയാം ബാറ്ററീസ് എന്ത് ചെയ്യാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് അല്ലേ. കൺവേർഷൻ അവിടെ നടക്കുന്നത്. എനർജി കൺവേർഷൻ എന്താണ്? കെമിക്കൽ എനർജീനെ അത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഏത് റിയാക്ഷനിലൂടെയാണത്? ഓപ്ഷൻ എ ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജ്, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഡിസ്ചാർജ്, ഓപ്ഷൻ സി കെമിക്കലി ന്യൂട്രൽ, ഓപ്ഷൻ ഡി ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജ്. ഏതാണത്? ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഒരു ബാറ്ററിയിൽ എന്താണ് കെമിക്കൽ എനർജി സ്റ്റോർ വെൻ വി പ്രൊവൈഡ് എ പാത്ത് ഓഫ് ഫ്ലോ ions inside the battery, then chemical reaction occur, and this chemical reaction ആണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ ഒരു കൺവേർഷൻ എന്താണ് നമ്മൾ പറയപ്പെടുന്നത്? ഇലക്ട്രോ കെമിക്കൽ ഡിസ്ചാർജ് എന്നാണ് അറിയപ്പെടുന്നത്. Question number 3. The nominal voltage for lead acid cell is, അതായത് ലെഡ് ആസിഡ് സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് എന്താണ്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 1.4 വോൾട്ട്, ഓപ്ഷൻ സി 12 വോൾട്ട്, ഓപ്ഷൻ ഡി 2 വോൾട്ട്. ഏതാണ് നോമിനൽ വോൾട്ടേജ്? എത്രയാണത്? 2 വോൾട്ട് ആണ് കേട്ടോ. ലെഡ് ആസിഡ് സെല്ലിൻ്റെ നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, പോസിറ്റീവ് പ്ലേറ്റിൽ എന്താണ്? PbO2 ആണ്. നെഗറ്റീവ് പ്ലേറ്റിൽ ഏതാണ്? Pb ആണ്. ഇലക്ട്രോലൈറ്റ് അവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആംബിയർ എഫിഷ്യൻസി പറയുന്നത് 90 to 95% ആംബിയർ എഫിഷ്യൻസി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 70 to 80% ആണ്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെക്കൻഡറി സെല്ലാണ് അല്ലേ. അപ്പോൾ സെക്കൻഡറി സെല്ലിൽ വരുന്ന സെല്ലുകളാണ് നിക്കൽ, കാഡ്മിയം, സിൽവർ, സിങ്ക്, സിൽവർ, കാഡ്മിയം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലെഡ് ആസിഡിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ വോൾട്ടേജ് കേട്ടോ. ഈ ഒരു വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2.2 ഒക്കെയാണ് മെയിനായിട്ട്. നിക്കൽ എഡിസൺ എടുക്കുകയാണെങ്കിൽ 1.36 ആണ്. നിക്കൽ കാഡ്മിയം ആണെങ്കിൽ 1.25 ആണ്. സിൽവർ സിങ്ക് ആണെങ്കിൽ 1.86 ആണ്. സിൽവർ കാഡ്മിയം ആണെങ്കിൽ അത് 1.1 ആണ് അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് കേട്ടോ. അപ്പോൾ നോമിനൽ വോൾട്ടേജ് ഓഫ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ് നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. Next, question number 4. During charging, the specific gravity of a electrolyte of a lead acid battery is. ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിന് എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ ഡിക്രീസ്, ഓപ്ഷൻ ബി റിമെയിൻ ദ സെയിം, ഓപ്ഷൻ സി ഇൻക്രീസസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ് അവിടെ സംഭവിക്കുക? നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിന് എന്താ സംഭവിക്കുക? അത് ഇൻക്രീസ് ചെയ്യും. അതെന്താ സംഭവിക്കുന്നത്? അത് ഇൻക്രീസ്
ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്നത് നമ്മളുടെ ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അതിനകത്ത് നടക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കിയത്? ഇലക്ട്രോലൈറ്റ് ഇൻ എ ലെഡ് ആസിഡ് സെൽ ഈസ് എന്താണ്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്, സൊല്യൂഷൻ ആണ്. അതിലെന്താണ്? മിക്സിംഗ് ഓഫ് സെറ്റ്സ് ഓഫ് ദ പ്രൊപ്പോർഷൻ സോ ദാറ്റ് വിത്ത് എ ഫുള്ളി ചാർജ്ഡ് ബാറ്ററി ഇറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് അബൌട്ട് ഏത് റേഞ്ചിലാണ്? 1.28 ആണ്. നോക്കുക, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. ഓരോന്നും അല്ലേ ലെഡ് ആസിഡ് ബാറ്ററി എന്താണ്, അതിൽ ചാർജിങ് എന്താണ്, ഡിസ്ചാർജിങ് എന്താണ്, ഏതൊക്കെ പോസിറ്റീവ് പ്ലേറ്റിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് പ്ലേറ്റിൽ ഏതാണ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണ്, ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, നന്നായി നോക്കി പോവുക. ഓക്കെ. Question number 5. The internal resistance of a cell depend on. ഒരു സെല്ലിൻ്റെ internal resistance എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ 1 the distance between the plate. ഓപ്ഷൻ 2 the area of the plate immersed. ഓപ്ഷൻ 3 the concentration of the electrolyte. ഓപ്ഷൻ 4 all of the above. അപ്പോൾ എല്ലാത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ internal resistance of a cell എന്താണ്? is directly proportion to the distance between electrode. രണ്ട് ഇലക്ട്രോഡുകളുടെ എന്താണ് അതിന് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1 എന്താണ്? കറക്റ്റ് ആണ്. അതുകൂടാതെ നോക്കിയത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ഏരിയ ഓഫ് ദ ഇലക്ട്രോഡ്. അതും ശരിയല്ലേ? അതും കറക്റ്റ് തന്നെയാണ്. അതുകൂടാതെ എന്താണ്? ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ കോൺസെൻട്രേറ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡും അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോണും അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഏരിയ ഓഫ് ദ ഇലക്ട്രോഡും അതുപോലെ എന്താണ് ടെമ്പറേച്ചർ ഓഫ് ദ ഇലക്ട്രോഡിനും അതെന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Dash terminal of a cell must be joined with the dash terminal of another cell to form a battery. ഏത് ടെർമിനലാണ്? അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പോൾ ഡാഷ് ടെർമിനൽ ഓഫ് എ സെൽ മസ്റ്റ് ബി ജോയിൻ വിത്ത് ദ ഡാഷ് ടെർമിനൽ ഓഫ് അനദർ സെൽ ടു ഫോം എ ബാറ്ററി. എങ്ങനെയാണ് ബാറ്ററി ഫോം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനെന്താണ്? ഫസ്റ്റ് വൺ നെഗറ്റീവ് പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ് നെഗറ്റീവ്, തേർഡ് പോസിറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഏതാ വരിക? നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ സെൽ മസ്റ്റ് ബി ജോയിൻ വിത്ത് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് അനദർ സെൽ ടു ഫോം എ ബാറ്ററി. അങ്ങനെയല്ലേ? നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയല്ലേ? നോക്കിയാൽ നമ്മുടെ വീട്ടിലെ ബാറ്ററീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ സെൽ മസ്റ്റ് ബി ജോയിൻ വിത്ത് ദി എന്തിലൂടെയാണ്? പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി അനദർ സെൽ ടു ഫോം എ ബാറ്ററി ആണ്. ഓക്കെ. പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു എങ്ങനെയാണ്? നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ നെക്സ്റ്റ് സെൽ അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്, ബാറ്ററിയുടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്താൽ മതി, നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടിലെ ടോർച്ചിൻ്റെ ഒക്കെ നോക്കിയാൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയല്ലേ. അപ്പോൾ ഏതൊരു ബാറ്ററി എടുത്താലും നോക്കിയാൽ മതി എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. Next, question number 7. In series combination of N cell, in order to get maximum current through the circuit, the external resistance R and internal resistance R of a cell shall be related as ഇങ്ങനെയാണ് അത് റിലേറ്റഡ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. അതായത് R less than NR, R equal to R, R equal to R by N, R is greater than NR. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷൻ ഓഫ് N സെൽ കുറേ നോക്കിയ സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് സീരീസ് കോമ്പിനേഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സിമം കറണ്ട് ത്രൂ ദ സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ നമുക്ക് എന്ത് കിട്ടണം? മാക്സിമം കറണ്ട് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നു. അതുകൂടാതെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ആർ ഈസ് ഗ്രേറ്റർ ദാൻ NR എന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽ ടു ഹാവ് മാക്സിമം കറണ്ട്, ദ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഷുഡ് ബി എങ്ങനെയാണ്? നെഗ്ലിജിബിൾ ആസ് കമ്പയർ ടു ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി കറൻറ്റ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് സീരീസ് കോമ്പിനേഷനിൽ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. Question number 8.
പെട്രോളിയം ജെല്ലി ഈസ് അപ്ലൈഡ് ടു ദ ടെർമിനൽ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ്. എന്തിനാണ് നമ്മൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ ടെർമിനലിൽ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊറോഷൻ, ഓപ്ഷൻ ബി ലോക്കൽ ഹീറ്റിംഗ്, ഓപ്ഷൻ സി ഷോർട്ട് സർക്യൂട്ടിംഗ്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദിസ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പെട്രോളിയം ജെല്ലി ആ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ടെർമിനൽസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കൊറോഷൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കൊറോഷൻ അതായത് പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രോഫോബിക് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ഈ ടെർമിനലിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താണ്? അത് കൊറോഷൻ, വാട്ടർ മൂലം നമ്മൾ കൊറോഷനെ കുറേ നാളൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് എന്ത് അപ്ലൈ ചെയ്യുന്നത്? ടെർമിനലിൽ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ, എന്ത് പെട്രോളിയം ജെല്ലി അവിടെ അപ്ലൈ ചെയ്യുന്നത്. Next, question number 9. In electrolytic process, current efficiency is defined as. ഒരു electrolytic processൽ current efficiency എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Okay, actual quantity of current required by theoretical quality of required. രണ്ടാമത്തെ എന്താ? ആക്ച്വൽ ക്വാളിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ തിയററ്റിക്കൽ ക്വാളിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. തിയററ്റിക്കൽ ക്വാളിറ്റി ഓഫ് കറണ്ട് റിക്വയർഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് റിക്വയർഡ്. തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 2 ആണ്. അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഇലക്ട്രോളിസിസ് എന്താണ് അല്ലേ? എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് യൂസ്ഡ് ആൻ ഇലക്ട്രിക് കറന്റ് ടു ഡ്രൈവ് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അതെന്താണ്? സാധാരണ ഇൻഡസ്ട്രിയൽ ഫോർ പ്രോസസ് ലൈക്ക് മെറ്റൽ എക്സ്ട്രാക്ഷൻ, ഇലക്ട്രോപ്ലേറ്റിംഗ്, വാട്ടർ സ്പ്ലിറ്റിംഗിലൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറന്റ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ എന്താണ്? തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ആണ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Next question, question number 10. Which of the following factor influence electroplating? Electroplating influence ചെയ്യുന്ന factors ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഇലക്ട്രോഡ് ജോമെട്രി, സർഫസ് കണ്ടീഷൻ, ടെമ്പറേച്ചർ. ഏതൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് എന്ന് പറയാം? ഇലക്ട്രോഡ് ജോമെട്രി എഫക്ട് ചെയ്യും, സർഫസ് കണ്ടീഷൻ അതിനെ എഫക്ട് ചെയ്യും, ടെമ്പറേച്ചറും എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയേ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത്? സർഫസ് ഏരിയനെ എഫക്ട് ചെയ്യും, ടെമ്പറേച്ചറിനെ, മെറ്റീരിയൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൂടാതെ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അപ്ലൈഡ് കറണ്ട്, ഇത്രയും കാര്യങ്ങൾ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ഒരു കേസ്. പിന്നെ അടുത്തത് വരുന്നത് സർഫസ് ഏരിയ, ടെമ്പറേച്ചർ, ആ മെറ്റീരിയൽ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഒക്കെ എന്താണ് നമ്മളിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എല്ലാതും വരുന്നുണ്ട്. ഇലക്ട്രോഡ് ജോമെട്രി വരുന്നുണ്ട്, സർഫസ് കണ്ടീഷൻ വരുന്നുണ്ട്, അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചറും അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയില്ല ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എടുക്കുമ്പോൾ എല്ലാതും, അതായത് നമ്മുടെ സെൽസ്, ബാറ്ററീസ്, അതിൽ വരുന്ന ഫോർമുല, ഫാരഡേസ് ലോ ഒക്കെ നന്നായി നോക്കി പോകണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. ഇതും എന്ത് തന്നെയാണ്? നമുക്കറിയാവുന്ന ഒരു തിയററ്റിക്കൽ പോർഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ ഈ റിയാക്ഷൻസ് ഒക്കെ നോക്കുക. പ്രൈമറി സെല്ലിൻ്റെ അതുപോലെ സെക്കൻഡറി സെല്ലിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജസുകളൊക്കെ നന്നായി നോക്കി പോവുക. കാരണം എന്താണ്? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മളെ സൾഫേഷൻ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് നോക്കി പോവുക. ബക്ലിംഗ്, സൾഫേഷൻ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഒന്ന് നന്നായി പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.